നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ 5-ാം ദിവസം നാളെ എപ്പോൾ ടീം ഇന്ത്യ ജയിക്കും അതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 6 വിക്കറ്റുകൾ പിഴുതെടുത്താൽ മതി. ഒരു മുഴുവൻ ദിവസവും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ മഴ പെയ്താൽ പണി പാളും. ഈ രൂപത്തിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബൗളേഴ്സും പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് ഋഷഭ് പന്താണ്. ഈ പിച്ച് സാധാരണ ശ്രീലങ്കയിലെ ഗാലയിലെ പിച്ചിൻ്റെ സ്വഭാവം അത് കളി പുരോഗമിക്കും തോറും സ്പിന്നേഴ്സിന് അനുകൂലമായിട്ട് മാറുന്നു, ഷാർപ്പ് ടേണറായിട്ട് മാറുന്നു. അങ്ങനെയുള്ളൊരു പിച്ച് അതിൻ്റെ സ്വഭാവം പുറത്തെടുത്തുകൊണ്ടിരിക്കവേ എല്ലാ കൺവെൻഷൻസിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടൊരു ഇന്നിങ്സ് അങ്ങ് കളിച്ചു ഋഷഭ് പന്ത്. ആ ഇന്നിങ്സാണ് ഈ കളി ടീം ഇന്ത്യയുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവന്നത്. 69 പന്തുകളിൽ നിന്ന് അദ്ദേഹം അടിച്ച 66 റൺസിന് വലിയ മൂല്യമുണ്ട്. ഈ കളിയുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അറിയും. ഏതായാലും ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ ഇനി 288 റൺസാണ് വേണ്ടത്. ഇന്ത്യക്ക് ജയിക്കാൻ 6 വിക്കറ്റുകൾ. എന്താ ഉണ്ടാവുക? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചു? 4-ാം ദിവസം കുറച്ച് സമയം മഴ പെയ്തു പോയി. കളിയുടെ അവസാന ഘട്ടത്തിൽ, അത് ശ്രീലങ്കയുടെ 2-ാം ഇന്നിങ്സ് ആരംഭിക്കുന്നതിന് മുമ്പ്. എന്നാലും ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വിശദമായിട്ട് നോക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇന്ത്യ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. ആ വിക്കറ്റുകൾ 4 വിക്കറ്റുകൾ പിഴുതെടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവരുടെ ക്യാപ്റ്റൻ ധനഞ്ജയ ഡി സിൽവ ചെറുത്ത് നിൽപ്പുണ്ടവിടെ. ആ ചെറുത്ത് നിൽപ്പിനെയും അതുപോലെ തന്നെ മഴയെയുമാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ 178 റൺസ് മുന്നിലായിരുന്നല്ലോ. അതായത് ആദ്യ ഇന്നിങ്സിൻ്റെ ലീഡ് നമുക്ക് 178 റൺസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്കോർ അടിക്കുക, ഒരു 350 മുകളിലുള്ള സ്കോറിലേക്ക് എത്തുക, അത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ ശ്രീലങ്കൻ ബൗളർമാർ കുറച്ചുകൂടി വളരെ കൺട്രോളോടുകൂടി പന്തെറിയുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അവരുടെ ഫാസ്റ്റ് ബൗളേഴ്സ് അതുപോലെ സ്പിന്നർമാരും അവരുടേതായിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ട്. പക്ഷെ പന്ത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇന്നിങ്സ് അങ്ങ് പുറത്തെടുത്തപ്പോഴാണ് ശ്രീലങ്കയുടെ കയ്യിൽ നിന്ന് കളി പൂർണ്ണമായിട്ടും പോയത്. ഇന്ത്യ വളരെ ക്വിക്കായിട്ട് റണ്ണടിച്ചുകൊണ്ട് ഡിക്ലറേഷനിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതി. പക്ഷെ അങ്ങനെ ഡിക്ലറേഷൻ്റെ ആവശ്യം വന്നില്ല. സിദ ഫെർണാണ്ടോ 31 റൺസിന് 4 വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് അത് വേണ്ടെന്ന് വെപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് വരുത്തിക്കുകയായിരുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുരംഗ ലക്മൽ 2019 29 റൺസിന് 4 വിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു സീം ബൗളർ അവിടെ അങ്ങനെ ഒരു ടെസ്റ്റ് ബൗളിംഗ് പ്രകടനം നടത്തുന്ന ആദ്യമായിട്ടാണ്. ഏതായാലും അതിൽ അസിത ആദ്യ വിക്കറ്റ് എടുക്കുന്ന യശസ്വി ജയ്സ്വാളിൻ്റേതാണ്. അത് അത്ര മികച്ചൊരു ഡെലിവറി എന്ന് പറയാനില്ല. പക്ഷേ കട്ട് ഷോട്ടിന് ശ്രമിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ 7-ാം തവണയാണ് ഇത്തരത്തിൽ അദ്ദേഹം പുറത്താകുന്നത്. യശസ്വി ജയ്സ്വാൾ ഡെബ്യൂ ചെയ്തതിന് ശേഷം ഇത്രയധികം തവണ ആ ഷോട്ടിന് മുതിർന്ന് പുറത്തായ മറ്റാരും ടെസ്റ്റ് ക്രിക്കറ്റിലില്ല, ഇൻ്റർനാഷണൽ ടെസ്റ്റ് ക്രിക്കറ്റിലില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഇന്നിങ്സിൽ അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി റണ്ണൗട്ടായി പോയതാണ്. ഈ ഇന്നിങ്സിലാണെങ്കിൽ ഡെക്കായിട്ട് മടങ്ങാനായിരുന്നു വിധി. പിന്നെ KL രാഹുലും ദേവദത്ത് പടിക്കലും ചേർന്നുകൊണ്ട് വളരെ ബ്രീസി ആയിട്ട് 65 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ഒരു ഘട്ടത്തിൽ KL രാഹുൽ LBWയിൽ കുരുങ്ങുന്നു. അദ്ദേഹം കയറി പോകാൻ നിൽക്കുമ്പോൾ ദേവദത്ത് പടിക്കൽ നിർബന്ധിച്ച് റിവ്യൂ എടുക്കുന്നു. അപ്പോൾ അത് ഔട്ടല്ല എന്ന് മനസ്സിലാവുന്നു. ഒരു ഹഗ്ഗും ഫ്ലൈയിങ് കിസും ഒക്കെ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് അധികം സമയം നിൽക്കാൻ KL രാഹുലിന് കഴിഞ്ഞില്ല. ഏതായാലും ശ്രീലങ്ക കൃത്യമായ രൂപത്തിൽ വിക്കറ്റുകൾ എടുത്തുകൊണ്ടേയിരുന്നു. ലഞ്ചിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് രാഹുൽ, പടിക്കൽ, ശുഭ്മൻ ഗില്ല്, ധ്രുവ് ജുറൽ ഇങ്ങനെയുള്ളവരുടെ വിക്കറ്റ് റിലേറ്റീവ്ലി ക്വിക്ക് സക്സഷൻ അവരെടുത്തു. അപ്പോൾ അവർ പതിയെ പിടിമുറുക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് പന്ത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രൂപത്തിൽ ആ പിച്ചിൽ റണ്ണെടുക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും അതിലൂടെ ഇന്ത്യയുടെ റണ്ണ് വരികയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ 100ാമത്തെ സിക്സർ പിറന്നു. അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി അങ്ങനെ വന്നു. ഏതായാലും ഇന്ത്യയുടെ സ്കോറ്, ടോട്ടൽ സ്കോർ, അതായത് ആദ്യ ഇന്നിങ്സിലെ ലീഡടക്കം 350 മുകളിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാവുകയായിരുന്നു. എന്നാൽ
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പിന്നീട്, അതായത് പന്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടിയേനെ. പിന്നീട് വലിയൊരു സ്കോറിലേക്ക് പോയി നമുക്ക് പറയാനില്ല. പക്ഷേ ടോട്ടൽ നമ്മൾ ആവശ്യമുള്ളത് എടുത്ത് കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് എടുത്ത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഓൾ ഔട്ടാക്കി കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഇന്ത്യ ബൗൾഡ് ഔട്ട് ആവുന്ന സമയത്ത് 371 റൺസ് ടോട്ടൽ ലീഡ് നമുക്കുണ്ട്. ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ 372 റൺസ്. പക്ഷെ മഴ പെയ്തു. ശ്രീലങ്കയുടെ ഇന്നിങ്സ് ഒരല്പം വൈകിട്ടാണ് ആരംഭിക്കുന്നത്. പക്ഷേ ശ്രീലങ്കയ്ക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ തന്നെ നമ്മുടെ ബോളർമാർ തുടങ്ങി വച്ചു എന്ന് പറഞ്ഞാൽ സുതാർ മാത്രമല്ല, സുതാർ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അടുത്ത ഡെക്കേഡിലേക്ക് പോലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ് ഫാക്ടറാണ്. പക്ഷേ സുതാർ മാത്രമല്ല, നമ്മുടെ പേസ് ബൗളേഴ്സും കാര്യങ്ങൾ ചെയ്തു. ഇന്ത്യ 20 ഓവർ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ 10 ഓവറും പേസർമാരായിരുന്നു. ആ ഘട്ടത്തിൽ 41 റൺസിന് 3 എന്ന നിലയിൽ നിൽക്കുമ്പോൾ 20 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തിരുന്നതും പേസർമാരാണ്. അതായത് സുതാറും സ്പിന്നർമാരും മാത്രമല്ല, പേസർമാരും അവരുടേതായിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സിറാജ്, നിഷാൻ, മധുഷ്കയെ പറഞ്ഞു വിടുന്നു. 7ാമത്തെ ഓവറിലാണ് അവരുടെ ആദ്യ വിക്കറ്റ് പോകുന്നത്. അവർ വളരെ പതിയാണ് അവർ കളിച്ചിരുന്നത്. ഇന്നത്തെ ദിവസം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശം തോന്നുന്നു. പക്ഷേ അവർക്ക് വിക്കറ്റുകൾ പിന്നീട് വീണുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ സൂര്യബന്ധാര ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അത് ദിനേശ് ചണ്ഡിമലിന് പരിക്ക് പറ്റി, കൺകഷൻ സബ്ബാണ്. അങ്ങനെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്നത്. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആയിരുന്നു. അത് ഒട്ടും അദ്ദേഹം ആഗ്രഹിക്കാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. സൂര്യബന്ധാര പുറത്താകുന്നു. പ്രസിദ്ധ് അതുപോലെ തന്നെ മനോഹരമായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹവും വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഇതിൽ ഒരു ഘട്ടത്തിൽ ധനഞ്ജയുടെ വിക്കറ്റ് നമ്മൾ എടുത്തു എന്ന് കരുതിയതാണ്. അത് പക്ഷേ നോബോളായിപ്പോയി. ജഡേജയുടെ നോബോൾ അല്ലായിരുന്നെങ്കിൽ ശ്രീലങ്കയുടെ നടുവൊടിഞ്ഞ് കഴിഞ്ഞിരുന്നു. ഇതിൽ 47-4 എന്ന നിലയിലേക്ക് ശ്രീലങ്ക വീണതാണ്. പിന്നെയാണ് അവർ 84-4 എന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അതിൽ സൊനാൽ ദിനൂഷ, കഴിഞ്ഞ ഇന്നിങ്സിലെ സെഞ്ചുറിക്കാരൻ, അദ്ദേഹം 25 റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്ത്. അതുപോലെ ക്യാപ്റ്റൻ ധനഞ്ജയ ഡി സിൽവ 31 റൺസുമായിട്ട് ഇപ്പോൾ ക്രീസിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബൗളിംഗ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയണം. മനോജ് സുതാർ 11 ഓവറിൽ 30 റൺസ് 2 വിക്കറ്റ്. പ്രസിദ്ധ് 8 ഓവറിൽ 13 1 വിക്കറ്റ്. മുഹമ്മദ് സിറാജ് 5 ഓവറിൽ 11 റൺസിന് 1 വിക്കറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിക്കറ്റ് എടുത്തിട്ടുള്ളവർ. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ 2ാം ഇന്നിങ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം വളരെ പെട്ടെന്ന് ഞാൻ സ്കോർ കാർഡ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2ാം ഇന്നിങ്സിൽ യശസ്വി ജയ്സ്വാൾ ഡെക്കായിട്ട് തുടങ്ങി. എന്നാൽ രാഹുലും ദേവദത്ത് പടിക്കലും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. 35 റൺസ് രാഹുലും 44 റൺസ് ദേവദത്ത് പടിക്കലെടുത്തു. പിന്നെ ഋഷഭ് പന്തിൻ്റെ 66. ബാക്കി ആരും 2 അക്കം കണ്ടില്ലെന്നേ. ശുഭൻ ഗിൽ 8, ധ്രുവ് ജുറൽ 7, രവീന്ദ്ര ജഡേജ 9, മനോജ് സുതാർ 9, കുൽദീപ് 5, സിറാജ് 2 നോട്ട് ഔട്ട്, പ്രസിദ്ധ് 2. ഇന്ത്യ 193 ഓൾ ഔട്ടാണ്. അപ്പോൾ പക്ഷേ അതിൽ കാര്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ വേഗത്തിൽ സ്കോർ ചെയ്യുന്നുള്ളതാണ്. അതായത് പെർ ഓവർ 4 എന്ന രൂപത്തിൽ നമ്മൾ സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണവും ഋഷഭ് പന്തിൻ്റെ ആ ഇന്നിങ്സാണ്. അതില്ലായിരുന്നെങ്കിൽ അതും ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പക്ഷേ 371 റൺസ് എന്നുള്ളത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ റെക്കോർഡ് ചെയ്സ് അവർ പുറത്തെടുത്താൽ മാത്രമേ അവർക്ക് ഈ കളി ഇനി ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ശ്രീലങ്കയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല, അവരുടെ പേസർമാർ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അസിത ഫെർണാണ്ടോ, അദ്ദേഹം 4 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. അവരുടെ മറ്റ് വിക്കറ്റുകൾ ഇപ്പം തീർച്ചയായിട്ടും സ്പിന്നർമാരെടുത്തപ്പോൾ പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ്, കേശാര നുവാന്ത 1 വിക്കറ്റ് എടുത്തു. അങ്ങനെ അവരുടെ കോൺട്രിബ്യൂഷൻ, സ്പിന്നർമാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ശേഷിക്കുന്ന വിക്കറ്റിൽ ലാഹിരു കുമാര 2 വിക്കറ്റുകൾ വീഴ്ത്തി. എന്നാൽ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ 193 ഓൾ ഔട്ട് ആകുമ്പോൾ 372 എന്നുള്ളതൊരു വലിയ സ്കോറാണ്. അവർക്കറിയാം ഇന്ത്യക്ക് മുന്നിൽ 4 സെഷൻസ് അവരെ ഓൾ ഔട്ട് ആക്കാനുണ്ട് താനും. അപ്പോൾ ഇന്നത്തെ ദിവസം അവരൊരു പക്ഷേ പ്ലാൻ ചെയ്ത് പതിയാണെങ്കിലും ഇന്ന് ദിവസം കവർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിനവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ ബൗളർമാർ കൃത്യമായിട്ട് റിയാക്ട് ചെയ്തു. ആദ്യത്തെ ഒരു 7 ഓവർ വരെ അവർ സക്സസ് ആയി നിന്നാണ്. പക്ഷേ 7ാമത്തെ ഓവർ മുതൽ അങ്ങ് വിക്കറ്റുകൾ വീഴുന്ന അവസ്ഥയായി. മധുഷ്ക 6, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ സൂര്യബന്ധാര വന്നിട്ട് ഡെക്കായിട്ട് പോയത്. കാമിൻഡു മെൻഡിസ് പ്രസിദ്ധ കൃഷ്ണ പറഞ്ഞു വിട്ട് 2 റൺസിന്. പിന്നെ ലാഹിരു ഉദാര 16 റൺസിന് പോവുകയും ചെയ്തു. ഏതായാലും ക്രീസിൽ തന്നെ ഇപ്പോൾ ധനഞ്ജയ ഡി സിൽവയും സോനാൽ ദിനുഷയുമുണ്ട്. ഡി സിൽവ 31 റൺസും ദിനുഷ 25 റൺസും. അപ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ, മഴ പെയ്യാതിരുന്നാൽ കളി ടീമിൻ്റെ ജയിക്കും.
മഴ പെയ്യാതെ 3 സെഷൻ നടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സംശയങ്ങളുടെ കാര്യമില്ല. 6 വിക്കറ്റ് എടുക്കുക എന്നുള്ളത് സംഭവിക്കും. അപ്പോൾ അതിൽ എങ്ങനെ പോയാലും ഒരു 10-20 ഓവറെങ്കിലും നമുക്ക് ന്യൂ ബോൾ കൊണ്ട് എറിയാനും കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അത്രക്കൊക്കെ പോയിന്റ് വരുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഈ സോഫ്റ്റ് ബോൾ ഓൾട്ടർ ആൻഡ് സോഫ്റ്റർ ആകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ 100 ഓവറിൻ്റെ മുകളിലൊക്കെ എറിയാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഇതുവരെ ഈ ടെസ്റ്റിൽ നടന്നിട്ടുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ പെർ ഡേ 70 ഓവറോളമേ എറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാലോ ശ്രീലങ്കയുടെ ഇന്നിങ്സിൽ ഒരു 34 ഓവർ ബോൾ ചെയ്ത് കഴിഞ്ഞാണ്, ഒരു ബാറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇന്ത്യക്ക് മര്യാദക്ക് കളി നടന്നാൽ തന്നെ സെക്കൻഡ് ന്യൂ ബോൾ എടുത്ത് അവരെ വീഴ്ത്താൻ പറ്റും. പക്ഷേ സെക്കൻഡ് ന്യൂ ബോളിലേക്കൊക്കെ പോകേണ്ട കാര്യം ഉണ്ടാവുമോ? അടുത്തൊരു 10-50 ഓവറിൻ്റെ ഇടയിൽ അവർ ഓൾ ഔട്ടാക്കാൻ കഴിഞ്ഞേക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടുകെട്ടാണ് നമുക്ക് വീഴ്ത്തേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ തുറന്നു വരികയും ചെയ്യും. എനിവേ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഇതിൽ വെതർ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ ടീം ഇന്ത്യ ജയിച്ച് കയറും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.